മറ്റു വാർത്തകളിലേക്ക് പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ വളരെ വളരെ മനോഹരമായ ഒരു ഗംഭീര കോമഡിയിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടുന്നത്. ആ കോമഡിയുടെ പേരാണ് PV അൻവർ. നോക്കൂ, ഒരു കാലത്ത് രാജാവിനെ പോലെ ജീവിച്ച മനുഷ്യനായിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് മുന്നണിയിലെടുക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് നേതാക്കളുടെ കാല് പിടിച്ച് നടക്കുകയാണ് PV അൻവർ. ആദ്യഘട്ടത്തിൽ വലിയ ഡയലോഗുകളായിരുന്നു. അതായത് ഞാൻ പറയുന്നയാളെ സ്ഥാനാർത്ഥിയാക്കിയില്ലെങ്കിൽ വിവരമറിയുമെന്നൊക്കെയായിരുന്നു പറഞ്ഞു വെച്ചിരുന്നത്. ഇപ്പോൾ പറയുന്നത് ആരേ സ്ഥാനാർത്ഥിയാക്കിയാലും ഞങ്ങൾ വോട്ട് ചെയ്യാമെന്നാണ് പറഞ്ഞു വെക്കുന്നത്. പക്ഷേ ഹൈക്കമാൻഡ് പറഞ്ഞിരിക്കുന്നു അൻവർ വേണമെങ്കിൽ ഒറ്റയ്ക്ക് വന്നാൽ മതി, തൃണമൂലിനെയും പിടിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരണ്ട എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇനി എന്തു ചെയ്യും മല്ലയ്യ എന്ന ചോദ്യം മമ്മൂട്ടിയുടെ ഒരു സിനിമയിൽ സുരാജ് വെഞ്ഞാറമൂട് ചോദിക്കുന്നത് നിങ്ങളുടെ ഓർമ്മയിലില്ലേ? അതാണിപ്പോൾ PV അൻവറിന്റെ അവസ്ഥ. UDF എടുക്കില്ലെന്ന് ഉറപ്പായതോടെ ആശയക്കുഴപ്പത്തിൽ PV അൻവറും തൃണമൂൽ കോൺഗ്രസും. നിരുപാധികം ആരെയും പിന്തുണയ്ക്കില്ലെന്ന് കഴിഞ്ഞ ദിവസം തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ ഭീഷണി മുഴക്കിയിരുന്നു. ഉപതെരഞ്ഞെടുപ്പിൽ പ്രധാന ഘടകം PV അൻവറാണെന്നും UDF സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുമെന്നും ജില്ലാ കോർഡിനേറ്റർ KT അബ്ദുൾ റഹ്മാൻ ഇപ്പോൾ പറയുകയാണ്. UDF വാതിലടച്ചതോടെ ആശയക്കുഴപ്പത്തിലാണ് PV അൻവറും തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരും. ഒറ്റയ്ക്ക് മത്സരിക്കുന്നത് ആത്മഹത്യാപരമാകും. ഇത് ഇടതുമുന്നണിക്ക് ഗുണവും ചെയ്യും. അങ്ങനെയെങ്കിൽ UDF പ്രവേശനത്തിന് വീണ്ടും ശ്രമിക്കണം. PV അൻവറിന് മുഖവിലക്കെടുക്കേണ്ടെന്ന നിലപാടാണ് മുസ്ലിം ലീഗിനുള്ളത്. അൻവർ ഭാവിയിൽ തലവേദനയാകുമെന്ന് ആര്യാടൻ ഷൗക്കത്ത് നേതൃത്വം നൽകുന്ന ജില്ലയിലെ A ഗ്രൂപ്പും നിലപാടെടുത്തു. ഇതോടെ അൻവർ തന്നെയാണ് നിലമ്പൂരിലെ പ്രധാന ഘടകമെന്നും UDFനെ നിരുപാധികം വിജയിപ്പിക്കുമെന്നും തൃണമൂൽ കോൺഗ്രസ് ജില്ലാ കോർഡിനേറ്റർ KT അബ്ദുൾ റഹ്മാൻ തിരുത്തി പറഞ്ഞു. ഏറ്റവും വലിയ ഫാക്ടർ എന്ന് പറയുന്നത് PV അൻവർ തന്നെയാണ് നിലമ്പൂരിൽ. UDF നിർത്തുന്ന ഏത് സ്ഥാനാർത്ഥിയായാലും തൃണമൂൽ കോൺഗ്രസ് പിന്തുണച്ച് അവരെ വിജയിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുൻപോട്ട് പോകും. PV അൻവറിനൊപ്പം പുതുതായി തൃണമൂൽ കോൺഗ്രസിലെത്തിയവരാണ് നിലമ്പൂരിലെ അനുയായികൾ. UDF പ്രവേശനത്തിനായി തൃണമൂൽ കോൺഗ്രസിനെ വഴിയിലുപേക്ഷിക്കുമെന്നും കോൺഗ്രസ് നേതാക്കൾ കണക്കുകൂട്ടുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം മുന്നണി പ്രവേശന ചർച്ച അൻവറിനും പുനരാരംഭിക്കാനാവും. കൈരളി ന്യൂസ്, മലപ്പുറം. KT സ്വാലിഹ് കൂടി മലപ്പുറത്ത് നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. ഈ തമാശ നമുക്ക് സ്വാലിഹിനോട് കൂടി പങ്കുവയ്ക്കാം. സ്വാലി, എന്താണിപ്പോൾ കഥയെല്ലാം മാറുകയാണോ? ആദ്യം പറഞ്ഞിരുന്നത് ഞങ്ങൾ പറയുന്നയാളെ സ്ഥാനാർത്ഥിയാക്കിയില്ലെങ്കിൽ വിവരമറിയുമെന്നായിരുന്നല്ലോ അൻവർ കോൺഗ്രസ് നേതൃത്വത്തോട് പറഞ്ഞിരുന്നത്. VS ജോയിയുടെ പേരായിരുന്നല്ലോ അൻവർ പറഞ്ഞിരുന്നത്. ഇപ്പോഴെന്താണ് ആരെ സ്ഥാനാർത്ഥിയാക്കിയാലും ഞങ്ങൾ പിന്തുണച്ചാളോവേ, ഞങ്ങളെ എങ്ങനെയെങ്കിലും മുന്നണിയിൽ എടുക്കണമേ എന്ന രീതിയിലേക്ക് PV അൻവർ ഗതികെട്ട് നിൽക്കുകയാണോ? മനു, തീർച്ചയായും എങ്ങനെയെങ്കിലും UDF കയറുക, UDF പ്രവേശനം സാധ്യമാക്കുക എന്നത് തന്നെയാണ് ഇപ്പോൾ PV അൻവറിൻ്റെ മുൻപിലുള്ള ഒരു അജണ്ട. അത് ഈ ഉപതെരഞ്ഞെടുപ്പിന് മുൻപായി തന്നെ UDF പ്രവേശനം നടക്കണം, അല്ലെങ്കിൽ പിന്നെ അത് നടക്കില്ല എന്ന് അദ്ദേഹത്തിന് തന്നെ ബോധ്യമാണ്. അതിനുള്ള ഭീഷണികളും തന്ത്രങ്ങളും ഒക്കെയാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെയും PV അൻവറിൻ്റെയും ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത്. UDFനും ഇതേ ആശയക്കുഴപ്പമുണ്ട്. അൻവർ അങ്ങനെ ഒറ്റയ്ക്ക് ഈ മണ്ഡലത്തിൽ മത്സരിക്കാൻ വന്നാൽ അത് UDFനായിരിക്കും വലിയ ക്ഷീണം ചെയ്യുക. അത് വലിയ വിജയസാധ്യതയൊക്കെ പ്രതീക്ഷിക്കുന്ന സ്ഥലത്ത് പോലും പ്രതിരോധത്തിലാക്കും എന്ന് UDFും കണക്ക് കൂട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്ഥാന നേതൃത്വം വീണ്ടും അൻവറിനോട് സംസാരിക്കാമെന്ന ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട്. വീണ്ടും ഇക്കാര്യത്തിൽ ഹൈക്കമാൻഡുമായും ഒക്കെ വീണ്ടും ചർച്ച നടത്തുക, എങ്ങനെയെങ്കിലും തൃണമൂൽ കോൺഗ്രസിനെ തന്നെ എടുക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഒരു കാരണം അദ്ദേഹം കോൺഗ്രസിലേക്ക് തിരിച്ചു വരിക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. നേരത്തെ അദ്ദേഹം കോൺഗ്രസിൻ്റെ പ്രവർത്തകനായിരുന്നു. ആ സമയത്ത് വലിയ വിഭാഗീയതയൊക്കെ ആയി നിലമ്പൂരിൽ തന്നെ ബലാബലമായി നിന്നിരുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം. ആര്യാടൻ ഷൗക്കത്തിനോടൊക്കെയുള്ള വിദ്വേഷവും വൈര്യവും രാഷ്ട്രീയ വൈര്യവുമെല്ലാം അതിൻ്റെ ഒരു തുടർച്ച കൂടിയാണ്. പിന്നീട് അദ്ദേഹം DIC ഉണ്ടാക്കി കോൺഗ്രസിൽ നിന്ന് അങ്ങനെ പുറത്തു പോകുന്ന ഒരു സാഹചര്യമാണ് മുൻപ് ഉണ്ടായിരുന്നത്. അത് അന്ന് വലിയ ഒരു ആശ്വാസം കോൺഗ്രസിന്, ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വത്തിന് ഉണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും അദ്ദേഹം തിരിച്ചു വന്നാൽ ഈ പഴയ ഗ്രൂപ്പ് സമവാക്യങ്ങളൊക്കെ വീണ്ടും സജീവമാകും. ജില്ലയിൽ A ഗ്രൂപ്പിന് വലിയ സ്വാധീനമുള്ള ജില്ലയാണ്. ആര്യാടൻ മുഹമ്മദ് തുടങ്ങി വെച്ച, ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്തൊക്കെ നേതൃത്വം കൊടുക്കുന്ന വലിയ സ്വാധീനം ഈ ജില്ലയിലുണ്ട്. അതാവട്ടെ, അവരാകെ ജയിക്കുന്ന ഒരു സീറ്റ് ഈ ജില്ലയിൽ നിലമ്പൂരാണ് നേരത്തെ ഉണ്ടായിരുന്നത്. അവർക്ക് വലിയ സ്വാധീനമുള്ള സ്ഥലവും നിലമ്പൂരാണ്. അവിടെ തന്നെ ഇത്തരത്തിൽ ഒരു അസ്വസ്ഥത ഉണ്ടാവുന്നത് അവർ ആഗ്രഹിക്കുന്നില്ല.
അതുകൊണ്ട് തന്നെ അൻവറിനെ എങ്ങനെ അനുനയിപ്പിക്കണമെന്ന കാര്യത്തിൽ അവർക്കും ഒരു ആശയക്കുഴപ്പമുണ്ട്. എങ്ങനെയെങ്കിലും UDF-ൽ കയറുക എന്നത് തന്നെയാണ് അൻവറും ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. മനു, ശരി, ഏതായാലും നമുക്ക് നോക്കാം അൻവറിന്റെ ലക്ഷ്യം സഫലീകരിക്കുമോ എന്ന്. ഏതായാലും ഇപ്പോൾ അവിടെയുമില്ല ഇവിടെയുമില്ലാതെ വഴിയിൽ ഓടുകയാണ് PV അൻവർ. ഇപ്പോൾ നാളെ തിരുവനന്തപുരത്ത് കോൺഗ്രസ് നേതാക്കളുമായി കൂടിക്കാഴ്ച ഉണ്ടാകുമെന്ന് പറഞ്ഞു കേൾക്കുന്നു. പക്ഷേ അവരുടെ നിലപാട് കോൺഗ്രസ് പറയുന്നത് ഹൈക്കമാൻഡ് പറഞ്ഞതനുസരിച്ച് അവർക്ക് തൃണമൂൽ കോൺഗ്രസിനെ മുന്നണിയിലേക്ക് സ്വീകരിക്കാൻ കഴിയില്ല, വേണമെങ്കിൽ അൻവർ ഒറ്റയ്ക്ക് വരട്ടെ എന്നാണ്. ഇനി അൻവർ ഈ തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നിട്ട് പാതി വഴിയിൽ തൃണമൂലിനെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ അതുണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ ചെറുതായിരിക്കില്ല. അതുകൊണ്ട് തന്നെ എന്താകും സംഭവിക്കാൻ പോകുന്നതെന്നത് രാഷ്ട്രീയ കേരളത്തിലെ ഏറ്റവും വലിയ കൗതുകങ്ങളിലൊന്നാകും. ഏതായാലും ഒരു PV അൻവറിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടമാണ്. ഏറ്റവും വലിയ ഗതികേടിലായിരിക്കുന്നു അൻവർ. നിങ്ങൾ വേറൊന്നും ഓർക്കണ്ട, അൻവർ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഒരു പോസ്റ്റ് ഇട്ടാൽ അതിന് താഴെ വരുന്ന റിയാക്ഷൻസ് മാത്രം നോക്കിയാൽ മതി. പണ്ടൊക്കെ ലവ് ചിഹ്നം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. ഇപ്പോൾ കുമോജി ഇമോജികൾ മാത്രമേ ഉള്ളൂ. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും PV അൻവർ ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്ന്.